ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഈദ് ഹോളിഡേ ആയിട്ട് ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോഴത്തെ വാറിന്റെ സിറ്റുവേഷൻ കാരണം പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് 2-3 ആഴ്ചയായി കേട്ടോ. ഷെറിൻ ചേച്ചിയും അബീക്കയും കുട്ടികളുണ്ട് കൂടെ. കാറിൽ കയറി ഉടനെ ഈദ് മുബാറക്കും പറഞ്ഞ് കയ്യിൽ കരുതിയിരുന്ന സ്വീറ്റ്സും കൊടുത്ത് വണ്ടിയെടുത്തു. നെറ്റ്ഫ്ലിക്സിൽ മൂവി കണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ഷെറിൻ ചേച്ചിയുടെ കോള്. പുറത്തോട്ട് ഇറങ്ങിയാലോ എന്ന് അങ്ങനെ തട്ടി വിളിച്ച് കൊണ്ടുപോയാണ്. എങ്ങോട്ടാണെന്നൊന്നുമില്ല, ചുമ്മാ ഒരു കറക്കം. നേരെ പാനൂരിലേക്കാണ്. ഒരു ചായയും കടിയും കഴിച്ചിട്ടാവാം ബാക്കി സർക്കിട്ട്. നല്ല കടുപ്പത്തിലൊരു ചായയും പരിപ്പോടെയും പഴംപൊരിയൊക്കെ കഴിച്ച് കുശലവും പറഞ്ഞ് കുറേ നേരം തിരിച്ച് വണ്ടി കയറിയിരുന്ന് ഇനി എങ്ങോട്ടെന്നായി അബീക്ക. എങ്ങോട്ടേക്കെങ്കിലും പോകാമെന്നായി ഞാൻ. പുറകിൽ നിന്ന് ആരോ കോർണിഷിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് വിടാം. പാതി വഴിയിൽ റൂട്ട് മാറി ലുസൈലിലേക്ക് വിടാമെന്നായി. ചുമ്മാ ഒന്ന് കറങ്ങി സംസാരിച്ചങ്ങനെ ഖത്തൈഫാൻ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. ലുസൈൽ ബോളിവുഡിന് അടുത്ത് തന്നെയാണ്. സമയം ഏറെ ലേറ്റായി. വെളിച്ചം കുറഞ്ഞു വരുവാണ്. എങ്കിലും കുഴപ്പമില്ല. കമ്പാരിറ്റീവ്ലി ഇന്ന് തിരക്ക് വളരെ കുറവാണ്. എങ്കിലും കുറേ ആൾക്കാരുണ്ട്. കാറും പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ നടന്നു. നല്ല തണുപ്പ്, നല്ല കാറ്റുമുണ്ട്. ലൈറ്റ് പോകുന്നതിന് മുമ്പേ ഓടിച്ചാടി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് പിന്നെ പതിവാണല്ലോ, മാൻഡറ്ററി തിങ്സ്. ഇടയ്ക്ക് അബീക്കയും ചേച്ചിയും കുട്ടികളും പോയി നിസ്കരിച്ചിട്ടൊക്കെ വന്നു. സമയം 6 ഞങ്ങൾ അപ്പോഴേക്കും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഓരോന്നും പറഞ്ഞ് അങ്ങനെയായിരുന്നു. 2 ദിവസമായിട്ട് എമർജൻസി അലേർട്ട്സൊന്നും ഇല്ല കേട്ടോ. അതൊരു ആശ്വാസമാണ്. ഈദായതുകൊണ്ടാണോ എന്നറിയില്ല. ഇല്ലെങ്കിൽ ദിവസവും ഓരോ മിസൈലും ഡ്രോണും വരാണ്ടിരിക്കില്ല കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറി. ഫുള്ള് ഗ്ലാസ് ഫോറൊന്നും അല്ല കേട്ടോ. ഇടയ്ക്കൊക്കെ കുറച്ച് പോർഷൻസ് ഉണ്ട്, അത്ര തന്നെയാണ്. സൺലൈറ്റ് പോയതുകൊണ്ട് അത്ര ക്ലിയർ ഒന്നും അല്ല. ഇവിടെ നേരെ പുറകോട്ട് നോക്കിയാൽ നമുക്ക് ബോളിവുഡിലെ വലിയ ബിൽഡിങ്സ് ഒക്കെ കാണാം. ഇതിന്റെ എക്സാക്ട് ബാക്ക് സൈഡിൽ സെന്റർ ആയിട്ട് വരും. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഒരുപാട് ആൾക്കാരുണ്ട് ചുറ്റും, ബട്ട് കൂടുതലും ബാച്ചിലേഴ്സ് ആണ് കേട്ടോ. കുറേ നേരം അങ്ങനെ അവിടെ കാറ്റും കൊണ്ട് സംസാരിച്ചിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം മൈൻഡ് ഒന്ന് റിലാക്സ് ആയി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഔട്ടിങ് പതിവാണ് ഞങ്ങൾ ഒരുമിച്ച്. അത് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര റിലാക്സ് ആവും. നേരെ നല്ല ഇരട്ടി കേട്ടോ. ഇനി നേരെ വീട്ടിലേക്കാണ്. ഞങ്ങളെയും ഡ്രോപ്പ് ചെയ്ത് ടാറ്റയും പറഞ്ഞ് അബീക്കയും ചേച്ചിയും പോയി. ഒരു ചെറിയ നാട് ചുറ്റിലും കഴിഞ്ഞ് ഞങ്ങളും തിരികെ വീട്ടിലേക്ക്. അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് ഇഷ്ടത്തോടെ.